ഒരു പെട്ടെന്നൊരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. മുമ്പൊക്കെ മമതാ ബാനർജിയാണ് 3-ാം സ്ഥാനത്ത് വരാറുണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ 3-ാം സ്ഥാനത്ത് നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയാകാൻ യോഗ്യൻ വിജയ് ആണ് എന്ന് പറയുന്നു. 9% ആളുകൾ തമിഴ്നാട്ടിൽ നിന്നുള്ളവരായിരിക്കും, ചെറുപ്പക്കാരായിരിക്കും, ഒരു സംശയവുമില്ല. അപ്പോൾ തമിഴ്നാട്ടിൽ നമ്മൾ കരുതി എന്താ അവരെല്ലാം DMK അല്ലെങ്കിൽ ADMK എന്ന 2 ഓപ്ഷനിൽ മാത്രം നിൽക്കും എന്ന് കരുതിയപ്പോൾ വീട്ടിലെ മുതിർന്നവരാണ് രാഷ്ട്രീയം തീരുമാനിക്കുന്നത് എന്ന് പരമ്പരാഗതമായി നമ്മൾ കരുതിയിരുന്നെങ്കിൽ തമിഴ്നാട്ടിൽ സംഭവിച്ച ഒരു ഫിനോമിനനെ കുറിച്ച് വിലയിരുത്തപ്പെടുന്നത് വീട്ടിലെ ചെറുപ്പക്കാർ, കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും അവരുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ നിർബന്ധിച്ച് TVKയ്ക്ക് വേണ്ടി ഇക്കുറി വോട്ട് വിജയിക്ക് എന്ന് വീടുകളിലെ കുട്ടികൾ പ്രേരിപ്പിച്ച് കുട്ടികൾ മാതാപിതാക്കളെ DMKക്കാരെയും ADMKക്കാരെയും ഒക്കെ മനസ്സ് മാറ്റിയെടുത്തു. അതാണ് തമിഴ്നാട്ടിൽ നടന്നത് എന്ന് കാണുന്നുണ്ട്. ഇതുവരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാവാത്ത ഒരു പ്രതിഭാസമാണത്.